ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടല്ലോ ഞങ്ങൾ പരിയാനംപറ്റ കാവിലേക്ക് പോവുകയാണ്. മോളുടെ മോഹിനിയാട്ടം അരങ്ങേറ്റം ആവാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സേവ് ദ ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ മോളെല്ലാം ഡാൻസ് ക്ലാസ്സിന് ടീച്ചറുടെ കൂടെയാണ് വരുന്നത്. ഞാനും ഉണ്ണിയേട്ടനും കൂടെ നേരെ അമ്പലത്തേക്ക് പോവുകയാണ് ചെയ്തത്. യൂണിഫോം സാരിയിലാണ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റെപ്പൊക്കെ ഒന്ന് നോക്കി അവരുടെ ഷൂട്ടിങ് കഴിഞ്ഞപ്പോഴേക്ക് 2-2.5 മണിക്കൂറായിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം തിരിച്ച് ഇത് വിഷുത്തലേന്നാണ്. അപ്പോൾ അടയെല്ലാം ഉണ്ടാക്കാനുണ്ട്, കണി ഒരുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വരുന്ന വഴിയിലെല്ലാം പടക്കങ്ങളും കണിക്കൊന്നയും വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ പറഞ്ഞ വിലയ്ക്ക് കണിക്കൊന്ന എല്ലാവരും വാങ്ങുമല്ലോ, അതിനാൽ ഉണ്ട്. അങ്ങനെ വീട്ടിലെത്തിയൊരു ചായ എല്ലാം കുടിച്ചതിന് ശേഷം കാര്യപരിപാടിയിലേക്ക് കടന്നു. ഇനിയും മാവൊന്ന് കുഴച്ച് വെക്കണം. ഞാൻ തിളച്ച വെള്ളത്തിലാണ് കുഴയ്ക്കാറുള്ളത്. ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് പോകുന്നതിന് മുമ്പ് തേങ്ങയെല്ലാം ചിരകി വെച്ചിട്ടാണ് പോയത്. അട പരത്താനുള്ള ഇലയെല്ലാം ഇന്നലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, അതാണ് ഇന്നലെ തന്നെ കൊണ്ടുവന്നത്. ചൂടുവെള്ളത്തിൽ കുഴിച്ചുള്ളൊരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് എത്രയായാലും ഇത് ഇടിയപ്പത്തിൻ്റെ മാവ് കൊണ്ട് ഉണ്ടാക്കുന്ന ആ സോഫ്റ്റ്നെസ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കിട്ടാറില്ല. ചിലർ വളരെ ലൂസായി ഉണ്ടാക്കി പരത്തുന്നതും കാണാം. ശർക്കര പാനിയെല്ലാം ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അട പരത്താനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അട പുഴുങ്ങിയെടുക്കാറില്ല. അത് ഇവിടങ്ങളിലൊക്കെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, വൈക്കോലടിയിൽ മുകളിൽ ചിരട്ട വെച്ച് ഈർക്കിലെല്ലാം വെച്ച് ആണ് അട ചുടാറുള്ളതെന്ന്. അങ്ങനെ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. ഭക്ഷണം എല്ലാം കഴിഞ്ഞ് നമ്മൾ പടക്കമൊക്കെ എടുത്ത് അവിടെ ഒഴിഞ്ഞ പറമ്പുണ്ട്. അപ്പോൾ എല്ലാ ഫാമിലിയിലത്തെ എല്ലാവരും വന്ന് അവിടെയാണ് പടക്കം പൊട്ടിക്കുന്നത്. അതൊരു പ്രത്യേക രസമല്ലേ എല്ലാവരും കൂടിയിട്ട്. ഓണം, വിഷു എന്നൊക്കെ പറഞ്ഞാൽ ഒത്തുകൂടലിൻ്റെയും കൂടെ ഒരു ആഘോഷമല്ലേ. ശരിക്കും അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞെല്ലാവരും. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പടക്കം പൊട്ടിക്കലെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി. അട നമ്മൾ ചൂടാറാനായി വെച്ചിട്ടുണ്ടായിരുന്നു. കണിയിലും അട വയ്ക്കണം. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യൂ. ബൈ.